Hi guys, ഇന്നൊരു ഭാഗ്യ പരീക്ഷണമാണ്. Samsung S24 Ultra 1 UI 8. സോ ആൻഡ്രോയിഡ് 16ലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്ഡേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓൾറെഡി ഇതിന് മുന്നേ ആൻഡ്രോയിഡ് 15 അപ്ഡേഷൻ ചെയ്ത സമയത്ത് കുറെ ബഗുകളാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാം പ്ലേ ആകുന്ന സമയത്ത് അതിന്റെ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോമാറ്റിക് പ്ലേ ആവുക, അങ്ങനെ ഒരുപാട് ബഗുകൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇനിയിപ്പോ ആൻഡ്രോയിഡ് 16 വന്നിട്ടുണ്ട്, എന്താവും എന്തോന്ന് ഒരു പിടിയില്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം. ഇത് കണ്ടില്ലേ, 1 UI 8 ആൻഡ്രോയിഡ് 16 അപ്ഡേഷൻ. ഇതെന്തായാലും അപ്ഡേറ്റ് ചെയ്ത് നോക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. എന്താകും എന്തോന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഒരുപാട് കംപ്ലൈന്റ്സ് ഒക്കെ വരുന്നുണ്ട്, ഗ്രീൻ ലൈൻ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഇത് ഗ്രീൻ ലൈൻ വരുവാണെങ്കിൽ കമ്പനി റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. സാംസങ് S24 Ultra ആയതുകൊണ്ട് ഒരു റീപ്ലേസ്മെന്റ് കിട്ടും. ഒരു വർഷമായിട്ടില്ല അത് എടുത്തിട്ട്. എന്നാലും നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ അവസ്ഥയെന്ന്. സോ കഴിഞ്ഞ തവണ ഞാൻ ചെയ്തത് ഇതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം ഇൻസ്റ്റാൾ എല്ലാം ഡൗൺലോഡ് ആയതിനു ശേഷം കുറച്ച് നേരം സെറ്റ് ഓഫ് ചെയ്ത് വെച്ചു, ചൂടൊന്ന് പോകാനായിട്ട്. അതിനുശേഷമാണ് ഞാൻ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് പോയത്. എന്നാലും ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് റൂട്ട് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. എന്തായാലും നമുക്ക് 16 അപ്ഡേറ്റ് ചെയ്യാം, സാംസങ് S24 Ultra. നോട്ടിഫിക്കേഷനൊക്കെ ചറപറ നോട്ടിഫിക്കേഷൻ, അത് കണ്ടില്ലേ, 1 UI 8 അവൈലബിൾ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. എന്താവും എന്തോന്ന് അറിയില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഡൗൺലോഡ് എന്ന ഭാഗത്ത് ഡൗൺലോഡ് ചെയ്യണം. സോ സ്റ്റാർട്ടായി കഴിഞ്ഞു. കൗണ്ട് ഡൗൺ ബിഗിൻ. Android 1 UI 8 and Android 16 enhance your AI experience with smarter tools for communication, creativity and personalization. Upgrade, enjoy AI powered like call caption, improved portrait generation and more relevant briefing. നമ്മുടെ ടൈമർ സ്റ്റാർട്ടായി കഴിഞ്ഞു, നമുക്ക് നോക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് നേരം ഓഫ് ചെയ്തിടുന്നു, അതിന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്തായാലും ഇതൊന്ന് ഫുള്ള് ഡൗൺലോഡായി കഴിയട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം എന്താവും എന്തോ ഇന്ന്. 3456 MB. സോ 3.4 MB ഫോണിൽ വേണം, എന്നാൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ലാർജ് ഫയലാണിത്. 1 UI 8. ലാസ്റ്റ് ടൈം തന്നെ ഒരുപാട് മെമ്മറി അവർ തന്നെ എടുത്തു, അപ്പോൾ വീണ്ടും എടുത്തു. 256 GB ഫോൺ, അങ്ങനെ മെമ്മറി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ 96% ആയിട്ടുണ്ട്. എന്താവും എന്തോന്നറിയില്ല, നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് 15 എൻ്റെ സെറ്റിങ്സിൻ്റെ ഇതാണ് കാണുന്നത്. ഇനി 16ലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇത് 99% ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഡൺ. 100%. ഫൈനലി സോഫ്റ്റ്വെയർ അപ്ഡേഷന് ഡൗൺലോഡ് താണ്ട വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്താവും അവസ്ഥയാണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഡൗൺലോഡായി കഴിഞ്ഞു. ഇനി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താകും എന്തോന്നറിയില്ല, അത് ഓഫായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും, അതാ പ്രോസസ്സിങ്. സ്വിച്ച് ഓഫ് ആയി, ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാ 1 UI കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാ വീണ്ടും സ്റ്റാർട്ടായി. ഇനി ഇത് 100%ലേക്ക് വന്നു. percentage നമുക്ക് നോക്കാം എന്താവും എന്തോന്ന്. എന്തായാലും ടെൻഷനായിട്ട് കാര്യമില്ല, വേറെ നടക്കും. 70% കംപ്ലീറ്റ്. 71 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോൺ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താകുമോ എന്തോന്നറിയില്ല. റീസ്റ്റാർട്ടായി. ഒപ്റ്റിമൈസിങ് ആപ്ലിക്കേഷൻ അവർ കാണിക്കുന്നുണ്ട്. ഗ്രീൻ ലൈൻ വരുമോ നമുക്ക് നോക്കാം. 100% കംപ്ലീറ്റഡ്. ഓപ്പണായി. ഭാഗ്യമുണ്ട് തോന്നുന്നു. അത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വീണ്ടും റീസ്റ്റാർട്ടായി. ഇപ്പോൾ അൺലോക്ക് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. വെറൈറ്റി കളറൊക്കെ വരുന്നുണ്ട്. 1 UI 8 സ്റ്റാർട്ട് കൊടുക്കാം. അഡ്വാൻസ് ഇൻ്റലിജൻസ് വേറെ എന്തൊക്കെയാണ് അഡ്വാൻസ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. വീണ്ടും ഒപ്റ്റിമൈസേഷൻ. അതാ ഈ ഓൾ സെറ്റപ്പ് ഹോം. ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. വലിയ സീനില്ലെന്ന് തോന്നുന്നു. ഇതെല്ലാം മാറ്റമില്ല. മീൻസിൽ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയെന്ന് നോക്കണം. ഇനി എബൌട്ട് ഫോൺ ഇറ്റ് ആൻഡ്രോയിഡ് 16. അതാ ഫൈനലി ആൻഡ്രോയിഡ് 16. ഇതിലിപ്പോൾ ഒരു പറഞ്ഞ പോലെ കോൾ അസിസ്റ്റൻ്റ് ഉണ്ടോ എന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം. കോൾ അസിസ്റ്റൻസ് എന്തെങ്കിലും ഡിഫറെൻറ്റ് ഇതിൽ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. നമുക്കൊന്നാലും ചെക്ക് ചെയ്യാം. ടെക്സ്റ്റ് അസിസ്റ്റൻസ് അത് കോൾ വിളിക്കുമ്പോൾ തന്നെ അതിലൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കൂടി ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് AI എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താവുമോ എന്തോന്ന്. ഓൾറെഡി അപ്ഡേറ്റ് ആയി. കുറച്ച് ഹീറ്റിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇത് ചെയ്യേണ്ടത് കുറച്ച് നേരം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം കുറച്ച് നേരം ഓഫ് ചെയ്തിടുക. ആ ഹീറ്റ് ഒന്ന് കുറച്ച് പോകാനായിട്ട്. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ ഫോൺ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്ഡേഷൻ കഴിഞ്ഞു. ഗ്രീൻ ലൈനൊന്നും വന്നിട്ടില്ല. അതിന് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. പിന്നെ എനിക്കിത് ഫേസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ലാംഗ്വേജ് അകത്തെ ഫോണിൻ്റെ ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. എന്തായാലും നല്ല കിഡ്ലൻ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് സെറ്റിങ്സ് ഒക്കെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും ആൻഡ്രോയിഡ് 16 എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഭാഗ്യമുണ്ട്, ഗ്രീൻ ലൈൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. എൻ്റെ ഫോൺ സാംസങ് S24 Ultra. ഞാനിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 1 year ആയിട്ടുണ്ട്. സെക്കൻഡ് ടൈമാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചെയ്തത് ആൻഡ്രോയിഡ് 15 ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബഗ് ഫേസ് ചെയ്തു. അത് ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ ഓഡിയോസ്, അതായത് വീഡിയോസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുക, അതിന് ഒരുപാട് ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഫോണ് ഈ മൊമെന്റിൽ പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൊമെന്റിലേക്ക് വരും. പിന്നെ സ്ക്രീൻ നമുക്ക് സ്ട്രെയിറ്റ് ആക്കാൻ സാധിക്കില്ല. സോ അങ്ങനെ ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ വന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ വോളിയം താഴേക്ക് പിന്നെ അതിന്റെ പവർ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ടായുള്ള ബഗ്ഗുകളൊക്കെയാണ് എനിക്ക് കിട്ടിയത്.
സോ ആൻഡ്രോയിഡ് 16ലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇടത്തേക്ക് പറയുന്നതാണ്. എന്തായാലും ഫൈനലി അപ്ഡേഷൻ ചെയ്ത് കിട്ടി. ആൻഡ്രോയിഡ് 16 അതിന്റെ ലോഗോ ഞാൻ കാണിച്ചു തരാം. എബൌട്ട് ഫോണിൽ പോയതിനു ശേഷം സോഫ്റ്റ്വെയർ. സോ ഇത് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആൻഡ്രോയിഡ് 16. സോ ടാപ്പ് ചെയ്യുക. ഇതാണ് ആൻഡ്രോയിഡ് 16 ഫൈനൽ ലോഗോ. എന്തായാലും ഫോൺ അടിച്ചു പോയില്ല, അതിനൊരു ഭാഗ്യം തന്നെയുണ്ട്. കഷ്ടപ്പെട്ട് ഫോൺ എടുക്കുന്നവർക്ക് അറിയാം അതിന്റെ പ്രയാസം എങ്ങനെയാണ്. ഇപ്പൊ ഫോണിന്റെ ഗ്രീൻ സ്ക്രീൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സർവീസ് സെന്ററിൽ കയറിങ്ങി അടക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇതേപോലെ കുറച്ചു നേരം ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓഫ് ചെയ്തിടുക, അതിനുശേഷം ഹീറ്റ് ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്ത ചെറിയ ട്രിക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ട്രിക്കുകളൊക്കെ അറിയെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അങ്ങനെ ഇനി അടുത്ത് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും എൻ്റെ ആൻഡ്രോയിഡ് 16 ചെയ്ത് കഴിഞ്ഞു. ഹോം സ്ക്രീനിൽ വല്ല കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്നു. പിന്നെ വേറെ ഇഷ്യൂകളൊന്നും കാണുന്നില്ല. എന്തായാലും ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക് യു.